നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഫസ്റ്റ് ക്ലാസ് ആണിത്. കുറച്ചില്ല. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ. ആഹ് നിങ്ങൾക്ക് ഞാൻ ഐഡിയാസ് തരും. ആ ഒരു ഐഡിയാസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോയി ആ ഒരു സ്കില്ലൊക്കെ ഏത് സ്കില്ല് പഠിച്ചെടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് പോയി നിങ്ങൾ അതിലൂടെ ഗ്രോ ചെയ്യാൻ നോക്കാം. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഞാൻ ഐഡിയാസ് പറഞ്ഞു തരും. അതേപോലെ എൻ്റെ ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ചാറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ബെസ്റ്റ് സ്കിൽ 2025 പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്കിൽസ് എന്തൊക്കെയാണ്? നമുക്ക് AI ഉണ്ട്, അതേപോലെ കണ്ടന്റ് ക്രിയേഷൻ ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്. ഇത് മൂന്നാണ് എനിക്ക് ബെസ്റ്റായി തോന്നിയത്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അപ്പം ഇതിൽ നമുക്കറിയാലോ, ഫസ്റ്റ് നമുക്ക് കണ്ടന്റ് ക്രിയേഷൻ നോക്കിയാൽ നിങ്ങളുടെ ഒരു 10 ഫ്രണ്ട്സിനെ എടുത്ത് നോക്ക്. ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞ ഒരു കാര്യമാണ്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ പറയാം. നിങ്ങളുടെ ഒരു 10 ഫ്രണ്ട്സിനെ എടുത്ത് നോക്ക്. സോ മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും 7 അല്ല 7ൽ മേലെ ആൾക്കാർക്കും മേലെയുള്ള ഫ്രണ്ട്സിന് ഇപ്പം നിങ്ങളൊരു 10 ഫ്രണ്ട്സിനെ എടുത്താൽ 10ൽ ഒരു 7 പേർക്കെങ്കിലും ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഉണ്ടാവും. അത് സ്വാഭാവികം. മിനിമം ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് നോക്കിയാൽ 10ൽ 10 പേർക്ക് വേണമെങ്കിൽ ഉണ്ടാവും ഇൻസ്റ്റാഗ്രാം. അതിൻ്റെ കാര്യം എന്താണ്? ഇൻസ്റ്റഗ്രാം അത്രത്തോളം വൈറലാണ്. ഒരു ബേസിക് ആപ്പ് പോലെയാണ് ഇൻസ്റ്റഗ്രാം. വാട്സപ്പ് ഒക്കെ പോലെ ഇൻസ്റ്റഗ്രാം ആയി തുടങ്ങി. ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഇൻസ്റ്റഗ്രാം യൂസേഴ്സ്. അങ്ങനെ വെച്ചാൽ 362 മില്യൺ യൂസേഴ്സ് ആണ് ജനുവരി 2024 ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായിരുന്നത്. ഇപ്പം 400 മില്യൺ കടന്നു എന്നാണ് തോന്നുന്നത്. സെക്കൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഫ്യൂച്ചർ ഓഫ് ഇൻസ്റ്റഗ്രാം, ഇൻസ്റ്റഗ്രാമിന്റെ ഫ്യൂച്ചർ എങ്ങോട്ടേക്കാണ്? ഇനി ഇത് ഭാവിയിൽ ഈ 400 മില്യൺ കൂടിയിട്ട് 500 മില്യൺ ആവുമോ, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറയോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കുറേ കാലമായി വാട്സപ്പ്, അത് ഇതുവരെ ഔട്ടായിട്ടില്ല. ഇപ്പോൾ എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള ഒരു ആപ്പാണ് വാട്സപ്പ്. അതേപോലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാൻ പോകുന്നത്, എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള ഒരു ആപ്പായിരിക്കും ഇൻസ്റ്റഗ്രാം ഭാവിയിൽ. എല്ലാവരും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യും. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഒന്ന് നോക്കി നോക്ക്, 362 മില്യൺ ആൾക്കാരാണ് ഇന്ത്യയിൽ തന്നെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. അതിൽ ഒരുപാട് മണിയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ പീസ്, ചെറിയൊരു കഷ്ണം നമുക്ക് മതി. ആ ഒരു ചെറിയ കഷ്ണം തന്നെ നമ്മളെ റിച്ച് ആക്കാൻ പറ്റും. അതേപോലെ എഡിറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് എഡിറ്റിംഗ്. സോ നമ്മളിവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ടൈപ്പ് എഡിറ്റ് ആയിരിക്കും. ആളുകളുടെ എഡിറ്റ്, ആളുകളുടെ വെച്ചാൽ ഇതൊക്കെ പോലെ സ്കൂളും കോളേജിൻ്റെ എഡിറ്റ്, അതേപോലെ ഇതുപോലെയുള്ള ടൈപ്പ് എഡിറ്റ്, അങ്ങനത്തെ എഡിറ്റ് ആയിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യാൻ നിങ്ങളോട് പറയാം. എഡിറ്റിംഗ് പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് ചാനൽ ആസിഫ് ഒമറിൻ്റെ ആണ്. ആസിഫ് ഒമർ ക്യാപ്കട്ട് ട്യൂട്ടോറിയൽ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ട്യൂട്ടോറിയൽസ് കാണാൻ പറ്റും. ഓക്കെ, ഈ ട്യൂട്ടോറിയൽസ് എല്ലാം നിങ്ങൾ കാണുക. ഒരു കാര്യം ഓർക്കണം, ഒരു 2-3 മണിക്കൂർ നിങ്ങൾ എഡിറ്റിംഗ് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. അങ്ങനെ വെച്ചാൽ ഇതൊരു 10 മിനിറ്റുള്ള വീഡിയോ, ഇതൊരു 12 മിനിറ്റുള്ള വീഡിയോ, അങ്ങനെ ഒരു 2-3 മണിക്കൂറുള്ള ടോട്ടൽ വീഡിയോസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക. സോ ഗൈസ്, ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ 1000-2000 രൂപയൊന്നും കൊടുത്ത് എഡിറ്റിംഗ് പഠിക്കേണ്ട ആവശ്യമില്ല. യൂട്യൂബിൽ തന്നെ ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. എല്ലാ ഇൻഫോർമേഷനും യൂട്യൂബിലുണ്ട്. എഡിറ്റിംഗ് എന്ന കാര്യത്തിൽ സത്യം പറഞ്ഞാൽ യൂട്യൂബൊക്കെ മതി. അപ്പം യൂട്യൂബ് ഒക്കെ ആദ്യം നിങ്ങൾ എഡിറ്റിംഗ് പഠിക്കുക. കാരണം ഈ ഒരു ക്ലാസ്സിൽ, ഈ ഒരു സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എഡിറ്റിംഗ് വെച്ചിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം. ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്തിട്ട് അതേപോലെ എഡിറ്റിംഗും വെച്ചിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം. ഒരു 2-3 മണിക്കൂർ നിങ്ങൾ എഡിറ്റിങ്ങിൻ്റെ ക്ലാസ്സുകളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങളത് ആക്ഷൻ എടുക്കണം. സ്കൂളുകൾ പോലെ ഇങ്ങനെ പഠിച്ചാൽ മാത്രം പോരാ, അത് നിങ്ങൾ ആക്ഷൻ ആയിട്ട് എടുക്കണം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ യൂട്യൂബൊക്കെ നോക്കി ക്ലിപ്സൊക്കെ എടുത്ത് നിങ്ങൾ ട്രയൽ എഡിറ്റ്സ് ഒക്കെ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആയി വരാൻ പറ്റും. അങ്ങനെ ഒരു 1-2 മാസം നിങ്ങൾ എഡിറ്റിങ്ങിന് വേണ്ടി മാറ്റി വെക്കുക. 1-2 മാസം നിങ്ങൾ മാറ്റി വെച്ച് എഡിറ്റിംഗ് പഠിക്കുന്നു. ഓക്കെ, ഈ ഒരു സിസ്റ്റം ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ, ആ ഒരു മാസം തൊട്ട് 2026 മാർച്ച് വരെ നിങ്ങൾക്ക് പൈസ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, സോ വീഡിയോ എഡിറ്റിംഗ് ആദ്യം പഠിക്കണമല്ലോ. വീഡിയോ എഡിറ്റിങ്ങിന് ഏത് സോഫ്റ്റ്വെയർ ആണ് ബെറ്റർ? അപ്പം നമുക്ക് PC ആണെങ്കിൽ ഇവിടെ CapCut PC ഉണ്ട്, ഡവിഞ്ചി റിസോൾവ് ഉണ്ട്, ആഫ്റ്റർ എഫക്ട്സ് അല്ലെ പ്രീമിയർ പ്രോ ഉണ്ട്. മൊബൈലാണെങ്കിൽ നമുക്ക് എന്താ പറയുക, എലൈറ്റ് മോഷൻ ഉണ്ട്, CapCut ഉണ്ട്. ഇതിൽ ഒരു ബിഗിനർക്ക് പറ്റിയത് ഏതാണ്? ഫോർ ബിഗിനേഴ്സ് എന്താണ് യൂസ് ചെയ്യേണ്ടത്? എൻ്റെ ഒരു ഇത് വെച്ചാൽ CapCut ആണ് ബെറ്റർ. നിങ്ങൾ PC ആയാലും ശരി, മൊബൈലാണെങ്കിലും ശരി, നിങ്ങൾക്ക് CapCut ആണ് ബെറ്റർ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ CapCutന് ഒരു യൂസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഏത് ബിഗിനർക്കും CapCut പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അതേപോലെ ഈ ഒരു ടൈപ്പ് എഡിറ്റിന് ശരിക്കും CapCut ഒക്കെ മതി. സോ നിങ്ങൾ കുറച്ച് ടൈം മാറ്റി വെച്ച് എഡിറ്റിംഗ് ഒന്ന് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. എഡിറ്റിംഗ് ഒക്കെ പഠിച്ച ശേഷം എങ്ങനെ നമുക്ക് അതിലൂടെ മണി ഏൺ ചെയ്യാം, നമ്മുടെ ടാർഗറ്റ് ക്ലയൻസ് ആരാണ്, അതൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു കാര്യം പറയാം, സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ടൈപ്പ് സ്റ്റുഡൻസ് ആണ് നമ്മളുടെ ടാർഗറ്റ് ക്ലയൻറ്റ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു റിയാലിറ്റി പറയാം. ഇത് ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാം.
എല്ലാ സ്കൂൾസും ഇപ്പം മറ്റ് സ്കൂളായിട്ട് കമ്പീറ്റ് ചെയ്യാൻ നോക്കുന്ന പോലെയാണ്. അങ്ങനെ വെച്ചാൽ എല്ലാവരും നല്ല നല്ല എഡിറ്റ്സ് ആക്കി ഏത് സ്കൂളാണ് ബെറ്റർ ആ ഒരു രീതിയിൽ കാണുന്ന പോലെയാണ്. പക്ഷേ ഇത് മോശമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ ഇത് നമുക്ക് അഡ്വാൻറ്റേജ് ആക്കി എടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഇപ്പം എല്ലാ +1 +2 ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. എവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 10ാം ക്ലാസ്സും 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സിന് വരെ ഞാൻ ചില പേജസിന് കാണാറുണ്ട്. എന്നാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ് +1 +2 കോളേജ് ആയിരിക്കണം. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു 5 കൊല്ലം മുമ്പ് ഇതുപോലെ +1 +2 കോളേജും എല്ലാ ക്ലാസ്സിനും ഇതേപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായിരുന്നോ? ഇല്ല. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കണക്കായിട്ട് നമ്മൾ അഡ്വാൻറ്റേജ് കൊടുക്കണം. ഒരു എഡിറ്റർക്ക് നോർമൽ വേ ഓഫ് മേക്കിംഗ് മണിയാണ് ഏതെങ്കിലും കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ വെച്ചാൽ ഡെയിലി ഒരു സ്റ്റേബിൾ ഇൻകം നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ പറ്റും. പക്ഷേ സ്കെയിൽ ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും. ഇപ്പം 500 രൂപയാണ് പെർ ഡേ ഏൺ ചെയ്യാറ്. അത് 1500 രൂപയാക്കണമെങ്കിൽ കുറച്ചും കൂടി പണിയായിരിക്കും. പിന്നെ ഈ ഒരു ന്യൂ വേയുടെ ഒരു നല്ലൊരു കാര്യം വെച്ചാൽ കോമ്പറ്റീഷൻ ഓൾമോസ്റ്റ് സീറോ ആണ്. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു POVയിൽ ഞാൻ നോക്കുമ്പോൾ ഇതാരും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ ഇത് സ്കെയിൽ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു പേജും ബിൽഡോ. നിങ്ങൾക്ക് നിഹാലിനൊക്കെ അറിയില്ലേ, ഷോർട്ട് ഫിലിമിലൊക്കെ ഇപ്പം എഡിറ്റിംഗ് വർക്കൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ നല്ലൊരു ക്ലീൻ പ്രൊഫൈൽ ഇടാൻ നോക്കൂ. ഇതേപോലെ സിമ്പിളായിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു പ്രൊഫൈലോ അല്ലെങ്കിൽ ഇതൊക്കെ പോലെ ബാക്ക്ഗ്രൗണ്ടിൽ എഡിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ടൈപ്പ് പ്രൊഫൈലോ നിങ്ങൾക്ക് ഇടാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഫോക്കസ് അറിയാലോ, സ്കൂൾ പേജസ്. നമുക്ക് സ്കൂൾ പേജസ് വേണം. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്കൂൾ പേജസ് നിങ്ങൾ കണ്ടുപിടിക്കുക. അതിനുശേഷം ആ ഒരു സ്കൂൾ പേജസിൻ്റെ റീൽ സെക്ഷനിൽ പോയിട്ട് വീഡിയോസ് ലൈക്ക് ചെയ്യുക. വീഡിയോസ് ഒരു 2-3 ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ നിങ്ങളൊരു 10-20 പോസ്റ്റ് ഇതേപോലെ ഇൻട്രാക്ട് ചെയ്താൽ സ്കൂൾ പേജിൻ്റെ തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ റീൽ സെക്ഷനിൽ പിന്നെ സ്കൂൾ പേജസ് പോസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് വീഡിയോസാണ് നിങ്ങളുടെ റീൽ സെക്ഷനിൽ വരിക. അഥവാ നിങ്ങൾക്ക് സ്കൂൾ പേജസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേജ് ചെക്കൗട്ട് ചെയ്യാം. KPCNs എന്ന് പറഞ്ഞ പേജ്. ഇവിടെ റീൽ സെക്ഷനിൽ ഒരുപാട് റീൽ ഉണ്ടാവും. അതൊക്കെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു 30 റീലിനൊക്കെ ഇതുപോലെ ചെയ്താൽ നിങ്ങളുടെ റീൽ സെക്ഷൻ ഇതുപോലത്തെ കണ്ടന്റ് മാത്രം വരാൻ തുടങ്ങും. അങ്ങനെ കണ്ടന്റ്സ് വരാൻ തുടങ്ങിയാൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് തുടങ്ങണം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ കോൾഡ് ഔട്ട് റീച്ച് ആണ്. എൻ്റെ 49 രൂപയുടെ മിനി കോഴ്സ് പർച്ചേസ് ചെയ്തവരാണെങ്കിൽ അവർക്ക് ഇതറിയാം. കോൾഡ് ഔട്ട് റീച്ച് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് ലീഡ്സ് സെറ്റാക്കലോ അല്ലെങ്കിൽ സെയിൽ സെറ്റാക്കലോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളൊരു ലിസ്റ്റ് ഓഫ് സ്കൂൾ പേജസിനെ സെറ്റാക്കാൻ പോവുകയാണ്. നിങ്ങളപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്കൂൾ പേജസ് കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഓരോ പേജസിനും അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കണം. പേജസ് മിനിമം +1 ആണെന്ന് ഉറപ്പ് വരുത്തുക. +2 കോളേജൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അവർക്കൊരു മെസ്സേജ് അയക്കണം. നിങ്ങൾ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക. സോ നിങ്ങൾ അങ്ങോട്ടേക്ക് ഒരു കോൾഡ് ഔട്ട് റീച്ച് ചെയ്യുകയാണ്. ഹേ ബ്രോ, ഞാനൊരു വീഡിയോ എഡിറ്ററാണ്. നല്ല രീതിയിൽ തന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യും. നിങ്ങളുടെ സ്കൂൾ പേജിൽ എഡിറ്റ്സ് എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ എഡിറ്റിംഗ് വർക്ക്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പറഞ്ഞു. ഇതിൻ്റെ താഴെ നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ഇവർക്ക് അയച്ചും കൊടുക്കുക. സോ അതും അവർക്ക് കാണാൻ പറ്റണം. സോ അവരിത് അവരുടെ POVയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരിങ്ങനെ റാൻഡം ആയിട്ടൊരു മെസ്സേജ് കാണുന്നു നിങ്ങളുടെ. ഹേ ബ്രോ, ഞാനൊരു വീഡിയോ എഡിറ്ററാണ്. നല്ല രീതിയിൽ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യും. നിങ്ങളുടെ സ്കൂൾ പേജിൽ എഡിറ്റ്സ് എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവർ വിചാരിക്കും ഓക്കെ ഇവൻ എഡിറ്റ് ചെയ്യുമായിരിക്കും, പക്ഷേ ഇവ പേയ്മെൻറ്റ് വാങ്ങുമായിരിക്കും. അപ്പം വേണ്ട എന്നുള്ള രീതിയിൽ. പക്ഷേ അവർ ബാക്കി വായിച്ച് നോക്കുമ്പം ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്യാം. അത് വായിക്കുമ്പോൾ ഇവർ വിചാരിക്കും ഓക്കെ അപ്പോൾ ഇവന് എഡിറ്റിംഗ് അറിയായിട്ടെങ്ങാനാണോ ഇങ്ങനെ പറയുന്നത്, അങ്ങനെ തോന്നും. പക്ഷേ ഇതാണ് എൻ്റെ എഡിറ്റിംഗ് വർക്ക്, ഇൻട്രസ്റ്റ് ആണെങ്കിൽ പറഞ്ഞു. എഡിറ്റിംഗ് വർക്ക് നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യണം. അപ്പോൾ അവർക്ക് തോന്നണം അവരുടെ സ്കൂളിൻ്റെ എഡിറ്റ്സ് അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവരുടെ സ്കൂൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാണാൻ പറ്റും. അവരുടെ പേജ് വൈറലാവാനുള്ള ചാൻസ് നിങ്ങൾ എഡിറ്റ് ചെയ്താൽ കൂടും എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ അവിടെ അവർ യെസ് പറയാനുള്ള ചാൻസ് വളരെയധികമാണ്. ഇത് ഫ്രീ ആയിട്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം, ഫ്രീ ആയിട്ട് ഞാൻ കംപ്ലീറ്റ്ലി എഡിറ്റ് ചെയ്ത് തരാം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം കൂടിയുണ്ട്. അത് ഞാൻ വരുന്ന വഴി പറഞ്ഞുതരാം. ഡെയിലി നിങ്ങളൊരു 30 to 50 പേജസിന് ഇങ്ങനെ മെസ്സേജ് അയച്ചാൽ 30 പേജൊക്കെ ആണെങ്കിൽ ഒരു മാസം ഏകദേശം 900 പേജസ് വരും. അത്രയൊന്നും മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല ശരിക്കും. അതിന് മുമ്പേ നിങ്ങൾക്ക് ഒരു 10-15 സ്കൂൾ സെറ്റാക്കി എടുക്കാൻ പറ്റണം. ഒരു 10-15 സ്കൂൾ യെസ് പറയണം. അങ്ങനെ സ്കൂളൊക്കെ സ്റ്റാർട്ടാകുമ്പോൾ ഇവർ നിങ്ങൾക്ക് ക്ലിപ്സ് അയച്ചു തരും. ഇവർ നിങ്ങൾക്ക് ക്ലിപ്സ് അയച്ചു തരുമ്പോൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. സ്കൂൾ തുടങ്ങി കുറച്ച് ദിവസങ്ങളൊക്കെ ആകുമ്പോൾ മനസ്സിലാവും ഏതൊക്കെയാണ് മെയിൻ സ്കൂൾ പേജസ് എന്ന്. അങ്ങനെ വെച്ചാൽ 10-20 പേജൊക്കെ നിങ്ങളോട് വേണമെങ്കിൽ ഓക്കെ പറയും, വേണമെങ്കിൽ 50-100 പേജൊക്കെ ഓക്കെ പറയും. പക്ഷെ അതിൽ കുറച്ച് പേജ് വളരെ ആക്റ്റീവ് ആവാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഈ ഒരു കൊല്ലം അല്ലെങ്കിൽ അടുത്ത കൊല്ലം വളരെ ആക്റ്റീവ് ആവാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ഒരു 20 പേജിൻ്റെ ലിസ്റ്റ് കിട്ടി.
അവരൊക്കെ കോണ്ടാക്റ്റ് ഒക്കെ ആയി അവർ യെസ് പറഞ്ഞു, എഡിറ്റിംഗ് വർക്കിന് യെസ് പറഞ്ഞു. ഫ്രീ ആയിട്ട് ഒരാൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നോ പറയാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. നിങ്ങൾ അത്ര നല്ല രീതിയിൽ എഡിറ്റും ചെയ്യുമെങ്കിൽ അവർ യെസ്സേ പറയൂ. സോ നിങ്ങൾക്ക് അതിൽ നിന്നൊരു മെയിനായിട്ട് കുറച്ച് സ്കൂൾ ഗ്രൂപ്പ്സിനെ കിട്ടും. അങ്ങനെ വെച്ചാൽ എപ്പോഴും നിങ്ങളോട് പറയും ബ്രോ ഈ ഒരു എഡിറ്റ് ചെയ്യ്, ഈ ഒരു എഡിറ്റ് ചെയ്യ്, നിങ്ങൾക്ക് ക്ലിപ്സും കാര്യങ്ങളും അയച്ചു തരും. ആ ഒരു രീതിയിൽ അങ്ങനെ വെച്ചാൽ ആ ഒരു കൊല്ലം നല്ല രീതിയിൽ പേജ് ഗ്രോ ചെയ്യണം, അല്ലെ പേജിനെ മറ്റുള്ളവരെ അറിയിക്കണം, നല്ല എഡിറ്റ്സും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യണം, നല്ല വീഡിയോസ് പോസ്റ്റ് ചെയ്യണം എന്ന് താല്പര്യമുള്ള കുറച്ച് പേജസ് ഉണ്ടാവുമല്ലോ, ആ പേജിനെയാണ് നിങ്ങൾക്ക് ഫോക്കസ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങൾക്ക് ക്ലിപ്സ് അയക്കുന്നു, ട്രെൻഡിങ് സോങ്സ് അവർ വേണമെങ്കിൽ അയച്ചു തരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ട്രെൻഡിങ് സോങ് ആഡ് ചെയ്യും. പല സ്കൂളും അവരുടേതായ രീതിയിൽ അവർ പറഞ്ഞു തരുവാണ് ചെയ്യുക, നിങ്ങളത് ഫോളോ ചെയ്യുക വേണ്ടേ. പിന്നെ അതുപോലെ നല്ല രീതിയിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യം കൊളാബാണ്. ഓക്കെ, എഡിറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഫ്രീ ആയിട്ട്, ഇത് കൊളാബ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയും. അപ്പം ഏകദേശം എല്ലാ പേജസും ഓക്കെ പറയും. അതിൻ്റെ കാരണം എന്താണ്, കൊളാബ് ചെയ്യുന്നതിൽ വലിയ നഷ്ടമില്ല, കുറച്ചും കൂടി റീച്ച് ആവാൻ സഹായിക്കും എന്നവർ വിചാരിക്കും. സോ ഇവിടെ നിങ്ങൾ ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യലല്ല, നിങ്ങൾ ആക്ച്വലി ഒരു സംഭവം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കലാണ്. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് അല്ല നിങ്ങളുടെ ഒരു പേര്, അല്ല നിങ്ങളുടെ ഒരു ട്രസ്റ്റ്, ഒരു റെപ്യൂട്ടേഷൻ നിങ്ങൾ ഇവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈം എടുത്താലും അതൊക്കെ പൈസയായിട്ട് മാറുന്ന ഒരു ടൈം ഉണ്ടാവും. അപ്പോൾ കുറച്ച് ടൈം നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന നല്ല ഓപ്ഷനാണ്. ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ കണ്ടന്റ് ക്ഷാമം ഒരിക്കലും വരില്ല. അവർ തന്നെ ക്ലിപ്സ് അയച്ചു തരുന്നു, അവർ ട്രെൻഡിങ് ഓഡിയോസ് വേണം പറഞ്ഞുതരും, അവരെങ്ങനെ വീഡിയോസ് വേണോ പറഞ്ഞുതരും. നിങ്ങൾ അതൊക്കെ കൂട്ടിച്ചേർത്ത് വീഡിയോസ് എഡിറ്റ് ചെയ്ത് അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കണ്ടന്റ് എപ്പോഴും. അപ്പം പേജസ് ഒക്കെ ആയിട്ട് കൊളാബ് ചെയ്യലാണെങ്കിൽ അവർക്ക് ഓൾറെഡി കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടാവും. പിന്നെ +1 +2 പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, ഒരു സ്കൂൾ പേജിലെ ആൾക്കാർ എന്താ ചെയ്യുക വെച്ചാൽ പരമാവധി വീഡിയോസ് വൈറലാക്കാൻ നോക്കും. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വീഡിയോ വൈറലാവാനുള്ള ചാൻസ് മതിയാ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊളാബ് ചെയ്യാൻ പറ്റുന്നു, നിങ്ങൾ കുറച്ച് എഡിറ്റ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ കൊളാബ് ചെയ്ത് ചിലപ്പോൾ വീഡിയോസ് വൈറലാവുന്നു, അവിടെ മില്യൺസ് ഓഫ് വ്യൂസ് ജനറേറ്റ് ചെയ്യുന്നു. പക്ഷേ അവിടെ നിങ്ങൾക്ക് കുറച്ച് ഫോളോവേഴ്സ് വരുന്നു, നിങ്ങളുടെ അക്കൗണ്ട് മെല്ലനെ ഗ്രോ ആവുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസ് ഫ്രീ ആയിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു, അക്കൗണ്ട് ചെറുങ്ങനെ റീച്ചായി വരുന്നു. ഇനി ഇതിലൂടെയൊക്കെ എങ്ങനെ നമുക്ക് പൈസ ജനറേറ്റ് ചെയ്യാം എന്ന് നോക്കണ്ടേ. ഞാനിപ്പം കണ്ടുവച്ചത് 2 മെത്തേഡാണ്. ഇതിൽ 2 മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് മെത്തേഡ്, നിങ്ങൾക്ക് സ്കൂളിൻ്റെ ലിസ്റ്റൊക്കെ സെറ്റായി, നിങ്ങൾക്ക് അവരുമായിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് വെക്കുക. ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, വീഡിയോയുടെ ലാസ്റ്റ് ഇവരെന്താണ് ചെയ്യുന്നത്, ഫോളോ ഫോർ മോർ പ്രീസെറ്റ്സ് ലിങ്ക് ഇൻ ബയോ. അതുപോലെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം ഗൈസ്, ഡോണ്ട് വറി. പിന്നെ വേറൊരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇവൻ ചെയ്തത് കമൻറ്റ് മീ, ഐ വിൽ ഷെയർ ദിസ് മാസ്ക് പ്രീസെറ്റ്. ഓക്കെ, ഫസ്റ്റ് ചെയ്തത് എന്താണ്, ലിങ്ക് ഇൻ ബയോ. വീഡിയോ കഴിഞ്ഞ പാട് ലിങ്ക് ഇൻ ബയോ എന്ന് പറയുന്നു. രണ്ടാമത് എന്താണ്, കമൻറ്റ് ചെയ്യാൻ പറയുന്നു. അത് ഓട്ടോമേഷൻ സെറ്റ് ആക്കിയിട്ട്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ ഇവിടെ ലിങ്ക് ഇൻ ബയോ എന്ന് പറഞ്ഞിട്ട് പ്രീസെറ്റ് ഇവൻ എന്താണ് ചെയ്യുന്നത്, സെല്ല് ചെയ്യുവാണ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾക്ക് അതേ സ്പോട്ടിൽ കമൻറ്റ് മീ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് അവിടെ കമൻറ്റ് മീ ഐ വിൽ ഷെയർ ദിസ് പ്രീസെറ്റ് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ആദ്യം അക്കൗണ്ട് കുറച്ച് കൊളാബൊക്കെ ചെയ്ത് ഫ്രീ ആയിട്ട് എഡിറ്റൊക്കെ ചെയ്ത് കൊടുത്ത് അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് വളർത്തിയെടുത്തതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഈ കമൻറ്റ് മീ എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്കും ഇത് സ്റ്റാർട്ട് ചെയ്യാം. അക്കൗണ്ട് ചെറിയൊരു റീച്ച്, ഒരു 200-300 ഫോളോവേഴ്സ്, അങ്ങനെ കുറച്ച് റീച്ച് ഇങ്ങനെ കയറി വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ടൈപ്പ് പോസ്റ്റ് ചെയ്യാം. അങ്ങനെ വെച്ചാൽ നിങ്ങൾ നല്ല എഡിറ്റ്, മൂവി സീൻസ് എങ്ങാനും എടുക്കുന്നു, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുന്നു, അത് എഡിറ്റ് ആക്കിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യണം. നിങ്ങൾ ഇതുപോലെ എഡിറ്റ് ചെയ്യുമെന്ന് വീഡിയോയിലൂടെ മനസ്സിലാവണം. അങ്ങനെ നിങ്ങൾക്ക് കമൻറ്റ് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്തിട്ട് കമൻറ്റ് മീന്നോ കമൻറ്റ് എഡിറ്റ് എന്നോ കമൻറ്റ് എഡിറ്റ് മീന്നോ കമൻറ്റ് എഡിറ്റ് എന്നോ കമൻറ്റ് എഡിറ്റ് ഫോർ ചീപ്പ് പെയ്ഡ് എഡിറ്റ്, ചീപ്പ് എന്ന് തന്നെ കൊടുക്കണം. എഫോർഡബിൾ എന്ന് കൊടുത്താൽ നമുക്കറിയാമല്ലോ, മാർക്കറ്റിങ്ങിൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ ചീപ്പ് എന്ന് വെച്ചാൽ വളരെ ചീപ്പ്, ലോ ക്വാളിറ്റി എന്നാണ് ആൾക്കാർ മനസ്സിലാക്കുക. എഫോർഡബിൾ എന്ന് കൊടുത്താൽ എന്താ പറയുക, കുറച്ച് ക്വാളിറ്റി കൊണ്ട് വിശ്വസിക്കും, പക്ഷേ അത് എഫോർഡബിൾ ആണെന്ന് സബ് കോൺഷ്യസ്ലി മനസ്സിൽ അങ്ങനെയാണ് വിചാരിക്കുക. പക്ഷേ ഈ എഡിറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ചീപ്പ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, കാരണം നിങ്ങളുടെ എഡിറ്റ് അവർ ഓൾറെഡി കണ്ടു, നിങ്ങൾ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യുന്ന അവർക്ക് മനസ്സിലായി. അപ്പോൾ ആ ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവില്ല എന്നവർ വിചാരിക്കും. സോ
കമൻറ്റ് എഡിറ്റ് ഫോർ ചീപ്പ് എഡിറ്റ്സ് ലൈക്ക് ദിസ് എന്നെങ്ങാനും അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ അവിടെ കമൻറ്റ് ഓട്ടോമേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ വീഡിയോ നല്ല രീതിയിൽ വൈറലാവും. ഒന്നാമത് എഡിറ്റ് ഇട്ടാൽ പെട്ടെന്ന് വൈറലാവാൻ പറ്റും. അതേപോലെ അതിൻ്റെ കൂടെ നിങ്ങൾ കമൻറ്റ് ഇടാനെല്ലാം പറഞ്ഞ് ഓട്ടോമേഷൻ സെറ്റാക്കി വെച്ചാൽ നിങ്ങൾക്ക് അതിലൂടെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യും. ഓട്ടോമേഷനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ലിങ്ക് അങ്ങനെ സെറ്റാക്കി നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഡി എമ്മിലോട്ടേക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് ഒരു മെസ്സേജ് അയക്കാം. ആ ഒരു മെസ്സേജിൽ ഓക്കെ ഇതുപോലെയൊക്കെ എഡിറ്റ് ചെയ്യും, റേറ്റ് 250 രൂപയാണെന്നോ അല്ലെങ്കിൽ 200 രൂപയാണെന്നോ കുറച്ച് റേറ്റ് കുറച്ച് പറയാം. ആദ്യം ക്ലയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് റേറ്റ് കുറച്ച് പറയാം. ഓക്കെ റേറ്റ് ഇതാണെന്ന് ഓട്ടോമേറ്റഡ് ആയിട്ട് എല്ലാവർക്കും പോകും. ഇപ്പം ഈ ഒരു വീഡിയോ ഒക്കെ 95,000 ലൈക്സ് ആണ് കിട്ടിയത്. അപ്പോൾ അത്രത്തോളം കമൻറ്റും വന്നിട്ടുണ്ടാവും. ഇത്രത്തോളം ആൾക്കാർ കമൻറ്റ് ചെയ്യുമ്പോൾ എല്ലാവരുടെ ഡി എമ്മിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് ഈ ഒരു മെസ്സേജ് പോകും. ഓക്കെ പെയ്ഡ് എഡിറ്റ് പെർ എഡിറ്റ് 200 രൂപ, 150 രൂപ, 170 രൂപ അങ്ങനെ നിങ്ങൾ പറയുന്നു. അപ്പം വേണ്ടവർ യെസ് എന്ന് റിപ്ലൈ ഇടാൻ പറയുന്നു. യെസ് എന്ന് റിപ്ലൈ ഇട്ടാൽ നിങ്ങളത് നോക്കുന്നു. യെസ് എന്ന് റിപ്ലൈ ഇട്ട ആൾക്കാർക്ക് അവർക്ക് മാത്രം നിങ്ങൾ സെറ്റാക്കി കൊടുക്കുന്നു. അപ്പോൾ അതിലൂടെ നിങ്ങൾ പൈസ ഏൺ ചെയ്യാം. ഇനി നിങ്ങൾക്ക് നോക്കാൻ പറ്റിയത് വെച്ചാൽ ഇതും നിങ്ങൾക്ക് ബൈൻഡ് ചെയ്യാം. രണ്ടും ബൈൻഡ് ചെയ്യാം. നിങ്ങൾക്ക് സ്കൂളിൻ്റെ ലിസ്റ്റ് ഓൾറെഡി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ വെച്ചാൽ അവർ യെസ് പറഞ്ഞാൽ വാട്സപ്പിൽ നിങ്ങൾ അവരുമായിട്ട് കോൺടാക്റ്റ് ബിൽഡ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്റ്റ് ബിൽഡ് ചെയ്യുന്നതിന് പകരം വാട്സപ്പിൽ അവരെ കൊണ്ടുപോകുക. അവർ കുറച്ചും കൂടി നിങ്ങളുമായിട്ട് ട്രസ്റ്റും നിങ്ങളുമായിട്ടൊരു ഇത് സെറ്റാവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇവരോട് ക്ലിപ്സ് ചോദിക്കാം. ഓക്കെ ബ്രോ, എനിക്ക് എൻ്റെ വീഡിയോസിന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിപ്സിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആവശ്യമില്ലാത്ത ക്ലിപ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരുമോ, ഞാൻ എഡിറ്റ് ആക്കിയിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനല്ല, എനിക്ക് പോസ്റ്റ് ചെയ്യാനാണ്. അപ്പം അവർ വിചാരിക്കും ഓക്കെ നമ്മളുടെ ക്ലിപ്സ് അല്ലേ വൈറലായിട്ട് നിങ്ങളുടെ ടാഗ് ചെയ്യാമെന്ന് കൂടി നിങ്ങൾ പറഞ്ഞാൽ മതി. അങ്ങനെ അവരുടെ എഡിറ്റിങ്ങൾ അവരുടെ സ്കൂൾ ബോയ്സിൻ്റെ എഡിറ്റൊക്കെയാണ് പെട്ടെന്ന് വൈറലാവുമല്ലോ. അങ്ങനെ എഡിറ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ കമൻറ്റ് ഓട്ടോമേഷൻ വെച്ചിട്ട് ലാസ്റ്റ് ഇത് ചെയ്യുന്നു. അതിലൂടെ നിങ്ങൾക്ക് പെയ്ഡ് എഡിറ്റ് സർവീസ് സെറ്റാക്കാൻ പറ്റും. സോ ഗൈസ് അങ്ങനെ ഫ്രീ ആയിട്ട് കുറച്ച് ടൈമൊക്കെ പിടിച്ച് എങ്ങനെ അവർക്ക് ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്ത് കൊടുത്ത് അവസാനം അത് മണിയായിട്ട് ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ പൈസ ഏൺ ചെയ്യാൻ പറ്റിയ ടൈം എന്ന് വെച്ചാൽ സ്കൂളിൽ ട്രിപ്പ് പോകുന്ന ടൈം, അതേപോലെ ഫെയർവെൽ. ഓക്കെ ഫെയർവെല്ലും ട്രിപ്പിന് ഇവർക്ക് നല്ല രീതിയിൽ എഡിറ്റിൻ്റെ ആവശ്യമുണ്ടാകും. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ വെച്ചാൽ ആദ്യം നിങ്ങൾ ഫ്രീ ആയിട്ട് 2-3 എഡിറ്റൊക്കെ ഒരു സ്കൂളിൽ ചെയ്ത് കൊടുത്താൽ അവർ ട്രിപ്പിൻ്റെ ടൈമും അതേപോലെ ഫെയർവെല്ലിൻ്റെ ടൈമും നിങ്ങളുടെ അടുത്ത് തന്നെ വരും. അപ്പോൾ നിങ്ങളുടെ ഒരു ലിസ്റ്റ് ഓഫ് സ്കൂൾസ് ഉണ്ടെങ്കിൽ അവരൊക്കെ നിങ്ങളുടെ അടുത്ത് തന്നെ വരിക. അത് വെച്ചിട്ട് നിങ്ങൾക്ക് അവർക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവർക്ക് പെയ്ഡായിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അവിടെ നിങ്ങൾ കൊളാബ് കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഈ സ്കൂൾസിൻ്റെ അടുത്തൊക്കെ ഒന്നും കൂടി നിങ്ങൾ ചോദിക്കുക, ഞാൻ കുറേ സ്കൂൾസിൻ്റെ ക്ലിപ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്, എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു അടിപൊളി എഡിറ്റാക്കി എൻ്റെ കയ്യിൽ പോസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. പല സ്കൂൾസിനും ഓക്കെ ആയിരിക്കും, കാരണം വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. സോ നിങ്ങൾ ആ ക്ലിപ്സൊക്കെ എടുത്തിട്ട് അവർ ഓൾറെഡി നിങ്ങൾ പെയ്ഡ് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ കയ്യിൽ കുറേ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ സ്കൂളിൻ്റെയും ക്ലിപ്സൊക്കെ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻറ് ആക്കി പോസ്റ്റ് ചെയ്ത് അതിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള കണ്ടൻറ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അതിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് വേർഡ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അത് കമൻറ്റ് ചെയ്യാൻ പറയാം. അത് കമൻറ്റ് ചെയ്തിട്ട് ഫോർ പെയ്ഡ് കമൻറ്റ് ചെയ്താൽ കമൻറ്റ് ദ വേർഡ് W ഫോർ പെയ്ഡ് എഡിറ്റ്സ് അല്ലെ ചീപ്പ് എഡിറ്റ്സ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് കുറച്ച് സെയിൽസ് അതിലൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഐഡിയാസ് ആണ് ഗൈസ്. അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഐഡിയാസ് പറഞ്ഞു തരിക. ഞാൻ പറയുന്ന കാര്യങ്ങൾ എക്സാക്ട്ലി ഫോളോ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് പോകണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു പോയിന്റ് നിങ്ങളുടെ ബിസിനസ്സിലോ ലൈഫിലോ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയാൽ വെച്ചാൽ ഫ്രീ ആയിട്ട് ആദ്യം കുറച്ച് വീഡിയോസ് ചെയ്ത് കൊടുത്ത് അങ്ങനെയുള്ളൊരു മെത്തേഡാണ്. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പൈസ ഏൺ ചെയ്യാൻ പറ്റിയ മെത്തേഡ് എന്താണ്? ഈ എഡിറ്റിംഗ് വെച്ചിട്ട് തന്നെ നമുക്കത് പറ്റുമോ? അത് നോക്കിയാലോ. സോ ഇതിൽ ഞാൻ കാണുന്നത് 2 മെത്തേഡാണ്. ഒരു മെത്തേഡ് നിങ്ങളടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, നിങ്ങൾ ഓരോ ടൈപ്പ് വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു. നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ മൂവി ക്ലിപ്സോ ആനിമേ ക്ലിപ്സോ അല്ലെങ്കിൽ റിയൽ ലൈഫിലെ എഡിറ്റ്സോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു. വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, കമൻറ്റ് ദ വേർഡ് പറഞ്ഞിട്ട് നിങ്ങളുടെ പെയ്ഡ് എഡിറ്റ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു. അവിടെ നിങ്ങൾക്ക് എന്താ സിനിമ ടൈപ്പ് എഡിറ്റും അങ്ങനത്തെ റിയൽ ലൈഫ് എഡിറ്റും നല്ല ട്രെൻഡിങ് ഓഡിയോ ഒക്കെ വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് 100K 1 മില്യൺ വ്യൂസ് ഒക്കെ സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ആ ഒരു 100K 1 മില്യൺ എന്നൊക്കെ ഒരു 3-4 ക്ലയൻറ്റ് കിട്ടുന്നതും അതൊക്കെ വലിയ പാടായിട്ടുള്ള കാര്യമല്ല. നിങ്ങളുടെ വീഡിയോ നല്ല രീതിയിൽ വൈറലായി, നിങ്ങൾ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യുന്നു, വലിയ ക്രിയേറ്റേഴ്സിനൊക്കെ മനസ്സിലായാൽ ചിലപ്പോൾ വലിയ ക്രിയേറ്റേഴ്സ് നിങ്ങളെ അപ്രോച്ച് ചെയ്യും. ലൈക്ക് അവർക്ക് പെയ്ഡ് എഡിറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ്. ഫസ്റ്റത്തെ വേ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി രണ്ടാമത്തെ വേ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു എഡിറ്റിംഗ് വോയിസ് ഓവർ പേജ് സ്റ്റാർട്ട് ചെയ്യാം.
എൻ്റെ ഇൻസ്റ്റഗ്രാം പേജൊക്കെ പോലെയുള്ള ഒരു വോയിസ് ഓവർ പേജ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ എഡിറ്റിംഗ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വോയിസ് ഓവർ ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇപ്പം എല്ലാവർക്കും ട്രിപ്പ് സീസൺ ആണ്. ഇനിയും ട്രിപ്പിന്റെ റീമിക്സ് കിട്ടാത്തതായിട്ട് ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. നമ്മൾ ട്രിപ്പിന് പോകുമ്പോൾ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ആദ്യമൊക്കെ നല്ല നല്ല പാട്ടുകൾ ഉണ്ടാവും, പിന്നെ പിന്നെ വെച്ച പാട്ട് തന്നെ വെച്ച് തുള്ളേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു 3 മണിക്കൂർ വരുന്ന ട്രിപ്പിന്റെ റീമിക്സ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടായിരിക്കും. ഈ ഒരു റീമിക്സിൽ നിങ്ങൾക്ക് തുള്ളി മരിക്കാൻ പറ്റിയ ബെസ്റ്റ് സോങ്സ് ആണ് ഉള്ളത്. റീമിക്സ് കിട്ടാനായി നിങ്ങൾ എക്സ് ക്യാഷ് പേജ് എന്ന് പറഞ്ഞ ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്തോ. അതിനുശേഷം ട്രിപ്പ് എന്ന് കമന്റ് ചെയ്തോ നിങ്ങളുടെ TM ബോക്സിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. വേറൊരു കാര്യം ഓർക്കുക, അക്കൗണ്ട് ഫോളോ ചെയ്താൽ മാത്രമേ ലിങ്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ അന്ന് ചെയ്തൊരു കാര്യം എന്തായിരുന്നു, ട്രിപ്പ് റീമിക്സ് ഞാൻ ഉണ്ടാക്കിയിട്ട് അത് ഫ്രീ ആയിട്ട് കൊടുത്തു. അത് വേണം പെയ്ഡായിട്ട് കൊടുക്കാമായിരുന്നു. നല്ല രീതിയിൽ വ്യൂസ് എനിക്ക് ജനറേറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പെയ്ഡായിട്ട് കൊടുക്കാൻ നിന്നില്ല, അത് ഫ്രീ ആയിട്ട് കൊടുത്തു. ഇതൊക്കെ പോലെ നിങ്ങൾക്ക് വോയിസ് ഓവർ വീഡിയോസ് ആക്കാൻ പറ്റും. ഇപ്പം എല്ലാവർക്കും ട്രിപ്പ് സീസൺ ആണ്. ഈ വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോൾ എല്ലാവർക്കും ട്രിപ്പ് സീസണാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് തുടങ്ങാം. ഇപ്പോൾ എല്ലാവരുടെയും സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് പോകുന്നുണ്ട്. നിങ്ങളുടെ സ്കൂൾ ലൈഫിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മെമ്മറീസ്. സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞാലും നിങ്ങൾ പിന്നീട് വന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഗാലറിയിലെ വീഡിയോസ് ആയിരിക്കും. പണ്ടത്തെ മെമ്മറീസൊക്കെ നിങ്ങൾ പിന്നെയും കാണും. നിങ്ങളുടെ മൈൻഡിൽ നല്ലൊരു മെമ്മറി ഉണ്ടാക്കാൻ പറ്റിയൊരു എഡിറ്റ്. അതിനുശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ടൈപ്പ് വീഡിയോസും കാര്യങ്ങളിലൊന്ന് പ്രിവ്യൂ ആയിട്ട് കാണിക്കുക. ഗൈസ്, ഞാൻ ഇതുപോലെയൊക്കെ എഡിറ്റ് ചെയ്യും. വളരെ ചീപ്പായിട്ടുള്ള എഡിറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ട്രിപ്പ് സീസണിൽ വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ദ വേർഡ്. ഒരു കാര്യം പറയാം ഗൈസ്, ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് ക്ലയൻറ്റ്സ് എന്തായാലും ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ റീസൺ ട്രിപ്പ് സീസണാണ്. ഇപ്പോൾ എല്ലാവരുടെയും സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ട്രിപ്പ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ തന്നെ എല്ലാവരും ഒന്ന് കണ്ടുപോകും. ഫോർ എക്സാമ്പിൾ ട്രിപ്പ് സീസണിൽ തന്നെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസിന് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ചാറ്റിൽ ജസ്റ്റ് പറഞ്ഞോ, ഞാൻ സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ട് അയച്ചിടാം.